പിന്നെ വകലാമുഹു ഫീഹി, വകലാമുഹു സംസാരിക്കലും, ഫീഹി ഈ മലമൂത്ര വിസർജന സ്ഥലത്ത് വെച്ച് അവൻ സംസാരിക്കലും കറാഹത്തായ കാര്യമാണ്. മൂത്രമൊഴിക്കുമ്പോൾ കാട്ടിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ അവൻ പിന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അതൊരു നല്ല രീതിയായി പൊതുവെ ആരും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ചിലരൊക്കെ അത് പിന്നെ തെളിവായി പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ ഒരാൾ ഇതിലൂടെ കടന്നുപോയി. അപ്പോൾ അദ്ദേഹം നബിയോട് സലാം പറഞ്ഞു. നബി സലാം മടക്കിയില്ല. മൂത്രമൊഴിക്കുന്ന സമയത്ത് സലാം പറഞ്ഞപ്പോൾ സലാം മടക്കിയില്ല. അതാണ് ഇതിന് തെളിവായി പറയുന്നത്. അപ്പോൾ സലാം മടക്കാതായാലും പറ്റുമെന്ന് കിട്ടി. എന്നാൽ കേവലം സംസാരിക്കാൻ പറ്റുമെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇങ്ങനെ സലാം മടക്കുമല്ലോ എന്ന ന്യായമാണ് അതിനവർ പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും ഒരു മര്യാദയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് മലമൂത്ര വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക എന്നത് മര്യാദയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. മറ്റു ചില ഹദീസിലൊക്കെ അത് ചില സൂചനകളൊക്കെ അതിൽ വന്നിട്ടുമുണ്ട്. പിന്നെ വബൗലുഹു ഫീ ശഖ്ഖിൻ വനഹ്വിഹി, വബൗലുഹു അവൻ മൂത്രമൊഴിക്കലും മക്രൂഹാണ്. ഫീ ശഖ്ഖിൻ, ശഖ്ഖന മാളം, ശഖ് മാളം ദ്വാരം അതിനൊക്കെയാണ് ശഖ് എന്ന് പറയാം. വനഹ്വിഹി സമാനമായ ഇടങ്ങളിലും എന്ന് വെച്ചാൽ ഒരു സുരക്ഷിതത്വമാണ് അവിടെ. ഒരു മാളത്തിൽ മൂത്രമൊഴിക്കുക. അപ്പം ചിലപ്പോൾ മാളത്തിൽ സ്വാഭാവികമായിട്ടും പല എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ താമസിക്കുന്നുണ്ടാവാം. അപ്പോൾ ബൗലുഹു ഫി ശഖ്ഖിൻ, ശഖ് എന്നാൽ മാളങ്ങൾ, ഭൂമിയിലുള്ള മാളങ്ങൾക്കാണ് പൊതുവെ ശഖ് എന്ന് പറയാം. ഭൂമിയിൽ നിലത്തുണ്ടാകുന്ന മാളങ്ങൾക്കാണ് ശഖ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില ജന്തുക്കൾ ഒക്കെ താമസിക്കുന്നതായിരിക്കാം. അതൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങൾ എന്തുകൊണ്ടതിൽ പാടില്ല എന്ന് പറഞ്ഞു എന്നതിനൊക്കെ ഒരുപാട് ചർച്ചകൾ ഫിഖ്ഹിൽ കാണാൻ കഴിയും. ഒരു ഹദീസിൽ വന്നു നഹാ യുബാല ഫിൽ ജുഹരി, മാളങ്ങളിൽ മൂത്രമൊഴിക്കുന്ന വിധങ്ങൾ വിരോധിച്ചു എന്ന് ഖത്താദ റഹിമഹുല്ലാഹി റിപ്പോർട്ടുണ്ട്. ഖീലലി ഖത്താദ ഫമാ ബാദുൽ ജുഹരി, അപ്പോൾ ചോദിച്ചു എന്താണ് മാളങ്ങൾക്ക് കുഴപ്പം, മാളങ്ങൾ മൂത്രമൊഴിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യുഖാലു ഇന്നഹാ മസാകിനുൽ ജിന്നി, ജിന്നുകളുടെ വാസസ്ഥലങ്ങളാണ് എന്ന് പറയപ്പെടാറുണ്ട് എന്ന് ഇമാം ഖത്താദ അതിന് ന്യായമായി പറഞ്ഞത് വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച റിപ്പോർട്ടാണത്. അപ്പോൾ ഒരു കാരണം അതായിരിക്കാം. ഇപ്പം ജിന്നുകളുടെ വാസസ്ഥലമാണ് മാളങ്ങൾ. അപ്പോൾ അവിടെ മൂത്രയിക്കുമ്പോൾ അത് അവർക്ക് ഒരു പ്രയാസമാണ്, അവരുടെ വാസസ്ഥലത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൽ വരുന്നു. ഒരു കാരണം അതാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് അതിൽ മറ്റെന്തെങ്കിലും വല്ല ജീവികൾ, ഒരു പക്ഷെ അവർ ഉപദ്രവം ഉണ്ടാക്കാവുന്ന വല്ല പാമ്പോ തേളോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വല്ല ജീവികളും അതിൽ വസിക്കുന്നുണ്ടാവാം. ഉണ്ടെങ്കിൽ രണ്ട് കാര്യം. ഒന്ന്, അവയുടെ വാസസ്ഥലമാണ്, അപ്പോൾ അതിനൊരു ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത് വന്നു. മറ്റൊന്ന്, അതൊരു പക്ഷെ പുറത്തു വരാനും ഇവനെ ഉപദ്രവിക്കാനും കാരണമുണ്ട്. നാലാമത്, ഒരു പക്ഷെ മൂത്രയിച്ചു കൊണ്ടിരിക്കെ ഒരു മാളത്തിലേക്ക് മൂത്രയിച്ചു, അപ്പോൾ അതിന് പെട്ടെന്നൊരു തേളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ജീവിയോ പുറത്തേക്ക് വന്നു. അപ്പോൾ ഒരു പക്ഷെ അവന് മൂത്രയിക്കൽ പൂർത്തിയാക്കാതെ എണീക്കേണ്ടി വരും. ആ മൂത്രം പൂർണ്ണമായും മുറിയുന്നതിന് മുമ്പ് പക്ഷെ പെട്ടെന്ന് അത് പേടിച്ച് ബേജാറായി അവിടെ നിന്ന് എണീക്കും. അപ്പോൾ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ മൂത്രമാവാനുള്ള ഒരു കാരണം അവിടെ ഉണ്ട്. ഇങ്ങനെ 4 കാരണങ്ങൾ ഇതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏതായാലും ഈ ഹദീസിൽ ഇങ്ങനെ ഇമാം അഹ്മദ് മുദ്രിക്കുന്ന ഹദീസിൽ ഇങ്ങനെ വന്നു, മാളങ്ങളിൽ മൂത്രമൊഴിക്കൽ നബി വിരോധിച്ചു എന്ന് വന്നിട്ടുണ്ട്. ചുരുക്കം ചില പണ്ഡിതന്മാർ ആ ഹദീസിൻ്റെ സിഹത്തിനെ പറ്റി അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ ഹദീസ് സ്വഹീഹാണ് അല്ലെങ്കിൽ ഹസനെങ്കിലുമാണ് എന്നിടത്താണ് ഒരു വിഭാഗം. ഇമാം അതേപോലെ ഇമാം അസ്ഖലാനി അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ അത് സ്വീകാര്യോഗ്യമാണ് എന്ന അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും കാരണം എന്താണെങ്കിലും ആ കാരണം എന്തോ ആവട്ടെ, അങ്ങനെ ഹദീസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി കാരണം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മാളങ്ങളിൽ മുത്രയിക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞാൽ പിന്നെ മാളങ്ങളിൽ മുത്രയിക്കാൻ പാടില്ല. കാരണം എന്തുമാവാം. അത് ഈ ഖത്താദയുടെ അഭിപ്രായം പറഞ്ഞാണ്. ഹദീസ് ഉദ്ധരിച്ചത് ഖത്താദയാണ്, ഖത്താദ താബിഈയാണ്. അപ്പോൾ ആ ഖത്താദയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ഖത്താദയോട് ചോദിക്കുകയാണ് മാ ബാദുൽ ജുഹരി, എന്താണ് മാളങ്ങൾക്ക് പ്രശ്നമുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് യുഖാലു ഇന്നഹ മസാകിനുൽ ജിന്നി, ജിന്നുകളെ വാസസ്ഥലമാണ് എന്ന് പറയപ്പെടുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം അതിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിന് ആവണമെന്നില്ല കാരണമൊന്നും. സമാനമായ ചില സംഭവങ്ങളൊക്കെ
ചരിത്രത്തിൽ കാണുന്നുമുണ്ട്. സയ്യിദ് ബിൻ ഉബാദയുടെ മരണകാരണം പറഞ്ഞപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇമാം ദുസാഖിൻ്റെ മുസന്നഫിലും തുബ്രാനിയുടെ താരീഖിലുമൊക്കെ ഇമാം ഹാക്കിമൊക്കെ ഉദ്ധരിച്ച ഇതിൽ കാണാം. സയ്യിദ് ബിൻ ഉബാദ മരിക്കാൻ കാരണം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മാളത്തിൽ മൂത്രമൊഴിച്ചു. അദ്ദേഹം പെട്ടെന്ന് മലർന്നടിച്ച് മരിച്ചു വീണു എന്നൊക്കെയുള്ള ചില ചരിത്രങ്ങൾ പറയപ്പെടുന്നുണ്ട്. അത് എത്രമാത്രം സ്ഥിരപ്പെട്ടതിലേക്ക് അള്ളാഹു അഅലം. അപ്പോൾ അത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ദോഷം ഒരു പക്ഷെ അവിടുന്ന് വന്നതായിരിക്കാം എന്നൊരു കാരണമൊക്കെ പറയുന്നു. അല്ലാഹു അഅലം. ഏതായിരുന്നാലും മാളങ്ങളിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത് മക്രൂഹാണ്, കറാഹത്തായ കാര്യമാണ്. വമസ്സു ഫർജിഹി ബിയമീനിഹി, വമസ്സു ഫർജിഹി ബിയമീനിഹി, അവൻ്റെ ഗുഹ്യസ്ഥാനം അവൻ സ്പർശിക്കലും, ബിയമീനിഹി, അവൻ്റെ വലത് കൈ കൊണ്ട് സ്പർശിക്കലും കറാഹത്തായ കാര്യമാകുന്നു. ശുദ്ധീകരിക്കാൻ നിശ്ചയിക്കപ്പെട്ട കൈ ഇടത്തെ കൈയാണ്. അപ്പോൾ വലത് കൈ കൊണ്ട് സ്പർശിക്കൽ അത് കറാഹത്താണ്. അവിടെ വലത് കൈ കൊണ്ട് സ്പർശിക്കൽ എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്ഥലത്തേക്കും ബാധകമാണോ? അതല്ല മലമൂത്ര വിസർജന സന്ദർഭത്തിൽ മാത്രമുള്ള കാര്യമാണോ? അപ്പം എന്തുകൊണ്ട് വലത് കൈ കൊണ്ട് സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു? അതാണ് അതിൽ ചർച്ച. എന്തുകൊണ്ടാണ് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞത്? അപ്പം ഹദീസ് വന്നത് മൂത്രമൊഴിക്കുമ്പോൾ എന്നാണ്. ലാ യുംസിക്കന്ന അഹദുക്കും ദക്കറഹു ബിയമീനിഹി വഹുവ യബൂലു. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യുംസിക്കന്ന അഹദുക്കും ദക്കറഹു, നിങ്ങളാണ് തൻ്റെ ലിംഗം സ്പർശിക്കരുത്, ബിയമീനിഹി, വലത് കൈ കൊണ്ട്, വഹുവ യബൂലു, അവൻ മൂത്രമൊഴിക്കുമ്പോൾ. അപ്പം മൂത്രമൊഴിക്കുമ്പോൾ എന്ന് പ്രത്യേകം പറഞ്ഞു. ഇവിടെ മൂത്രമൊഴിക്കുമ്പോൾ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ആ സന്ദർഭത്തിലേക്ക് മാത്രമാണോ? അല്ല, എല്ലാ സമയത്തേക്കും അത് ബാധകമാണ്. അപ്പം ഹദീസിൽ ചില ഒരു നിബന്ധനയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഉപാധി വെച്ചുകൊണ്ട്, ഇപ്പം ഇതന്നെ ഒരു ഉപാധിയാണിത്, ഉപാധി വെച്ചുകൊണ്ട് പറഞ്ഞാൽ ആ ഉപാധി അവിടേക്ക് മാത്രമാകുമോ? അതല്ല എല്ലാ ഘട്ടത്തിലേക്കും ആ ഉപാധി ബാധകമാകുമോ? അത് ഹദീസിൻ്റെ ഒരു വ്യാഖ്യാനത്തിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു ഹദീസ് എങ്ങനെ മനസ്സിലാക്കണം എന്നതിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരുപാട് നിബന്ധനകളുണ്ട്, കാഴിതകളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് ഇതൊക്കെ. അപ്പം ഇവിടെ ഹദീസ് പ്രത്യേകം യബൂലു എന്ന് പറഞ്ഞു. വലായത്തമസ്സഹിമിനെ ഖലാഇബി യമീനിഹി, വലത് കൈ കൊണ്ട് അവൻ്റെ ശുചീകരണ സമയത്ത് അതിനെ തടവുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് മൂത്രമൊഴിക്കുമ്പോൾ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അല്ലാത്തടത്തേക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞവരുണ്ട്. മൂത്രമൊഴിക്കുമ്പോൾ മാത്രമുള്ള നിയമമാണ്. കാരണം മൂത്രം വലത്തെ കയ്യിൽ ആവാതിരിക്കാനാണ് പറഞ്ഞത്. ഇടത്തെ കൈയാണ് ശുദ്ധിയാക്കാനുള്ള കഴിവ്, വലത്തെ കയ്യിൽ മൂത്രമാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അത്തരം പണ്ഡിതന്മാർ അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത്. ഇനി അതല്ല, മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് മൂത്രമൊഴിക്കുമ്പോൾ പറ്റൂലെങ്കിൽ അല്ലാത്തപ്പോൾ ഏതായാലും പറ്റൂല. കാരണം ലിംഗം സ്പർശിക്കുന്ന സമയമാണ് മൂത്രമൊഴിച്ച് ശുദ്ധിയാക്കുന്ന സമയം. ആ സമയത്ത് പോലും വലത്തുകൊണ്ട് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത സമയത്ത് ഏതായിരുന്നാലും വലത്തേക്ക് വേണ്ടി പറ്റൂതല്ലോ എന്ന് ഇതേ ഹദീസിൽ നിന്ന് അങ്ങനെ അതിനെ തെളിവെടുത്ത പണ്ഡിതന്മാരും ഉണ്ട്. അത് രണ്ടും ഒരു ന്യായമായ കാരണമാണ് എന്നാണ് രണ്ടും കൂടി ഏകോപിപ്പിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. വല്ലാഹു അഅലം. ഏതായിരുന്നാലും ഒരു സൂക്ഷ്മത ആ രംഗത്ത് നല്ലതാണ്. ചർച്ച വന്ന സ്ഥിതിക്ക് പരമാവധി വലത്തെ കൈ കൊണ്ട് സ്പർശിക്കാതിരിക്കുക എന്നൊരു അദബിൻ്റെ ഭാഗമായി നമുക്ക് പാലിക്കാൻ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വലത് കൈ കൊണ്ട് സ്പർശിക്കൽ കറാഹത്ത്, അതോടെ കറാഹത്ത് ഒക്കെ പറഞ്ഞത്, ഹറാമെന്നും പറയാതെ കറാഹത്ത് പറഞ്ഞത് ഈ ചർച്ചകളൊക്കെ ഇവിടെ വരുന്നത് കൊണ്ടാണ്. വസ്തിൻജാഉഹു വസ്തിജ്മാറുഹു ബിഹാ, വസ്തിൻജാഉഹു ശുദ്ധിയാക്കലും വസ്തിജ്മാറുഹു അതും ശുദ്ധിയാക്കൽ തന്നെയാണ്. വ്യത്യാസം പറഞ്ഞുതരാം. ബിഹാ, ആ വലത് കൈ കൊണ്ട് അതിനെ ശുദ്ധിയാക്കൽ അതും കറാഹത്തായ കാര്യമാണ്. ഇസ്തിൻജ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുന്നതിനാണ് ഇസ്തിൻജ എന്ന് പറയാം. ഇസ്തിജ്മാർ എന്ന് പറയൽ കല്ല് കൊണ്ടോ മറ്റോ ശുദ്ധിയാക്കുന്നതിനാണ്. കല്ലുപയോഗിച്ച് ശുദ്ധിയാക്കുക, അല്ലെങ്കിൽ കല്ലിന് സമാനമായ എന്തെങ്കിലും വസ്തുക്കൾ, ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധിയാക്കുകയാണെങ്കിൽ അതിനാണ് സാധാരണ ഇസ്തിജ്മാർ എന്ന് പറയുക. ഇസ്തിൻജ എന്ന് പറയുമ്പോൾ വെള്ളം കൊണ്ട് ആണ് ശുദ്ധിയാക്കൽ വരിക. അപ്പം രണ്ടും പാടില്ല അർത്ഥം. വെള്ളം കൊണ്ടാണെങ്കിലും ഇനി വെള്ളം കൊണ്ടല്ല അല്ലാത്തത് കൊണ്ടാണെങ്കിലും ശരി, വലത്തേ കൈ കൊണ്ട് ശുദ്ധിയാക്കുക എന്നുള്ളത് മക്രൂഹായ കാര്യമാകുന്നു. എന്നാൽ അവിടെ സ്വാഭാവികമായും പണ്ഡിതന്മാർ പറയുന്നു ആവശ്യമുണ്ടെങ്കിൽ പറ്റും. എന്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു?
ഒന്ന്, വലത്തെ കയ്യിന് ഒരു ആദരവുണ്ട്, ഇടത് കയ്യിനേക്കാളുള്ള വലത്തെ കയ്യിന് ആദരവുണ്ട്. അവിടെ എല്ലാം നല്ല കാര്യങ്ങളും വലത്തേതിനെ മുന്തിക്കാൻ പറഞ്ഞു. അവിടെ വലത്തെ കയ്യിന് ഇടത്തെ കയ്യിനേക്കാൾ ഏറെ ആദരവ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ ആദരവിന് ദോഷകരമാണ്, അതിന് വിരുദ്ധമാണ് വലത്തെ കൈ കൊണ്ട് ശുദ്ധിയാക്കുക എന്നത്. എന്നാൽ അതേസമയം ഒരാൾക്ക് ആവശ്യമുണ്ട്, ഇപ്പോൾ വലത്തെ കൈന് സ്വാധീനമില്ല, വലത് കൈ സ്വാധീനത്ത് കുഴഞ്ഞാലാണ്, അതിന് നിവൃത്തില്ല. അയാൾക്ക് അല്ല ഇടത്തെ കൈ കുഴഞ്ഞാലാണ് എങ്കിൽ അയാൾക്ക് വലത്തെ കൈ കൊണ്ട് ശുദ്ധിയാക്കാം. അത് പിന്നെ അയാൾക്ക് ആ കറാഹത്ത് അവിടെ ഇല്ല, അയാൾക്ക് അതേ മാർഗമുള്ളൂ. അതേപോലെ മറ്റെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ട്, അവിടെയൊക്കെ അയാൾക്കത് പറ്റും. പിന്നെ അപ്പം ഈ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കലും അല്ലാത്ത കല്ലുകൊണ്ടോ മറ്റു ശുദ്ധിയാക്കലും രണ്ടാണെങ്കിലും വലത് കൈ കൊണ്ട് ചെയ്യൽ കറാഹത്തായ കാര്യമാകുന്നു.